ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യയെ കാണാൻ മനുവും അലീനയും കൂടി പോയി എന്നറിഞ്ഞ കമലയ്ക്ക് ധൃതിയായി. ഹരിയെപ്പറ്റി ശരണ്യയോട് സംസാരിച്ചോ, അവൾ എന്തു പറഞ്ഞു എന്നൊക്കെ അറിയാൻ. എന്നാൽ ശിവനോടും കമലയോടുമായി മനു പറഞ്ഞത് കമലയ്ക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. ഞങ്ങൾ ശരണ്യയെ കണ്ടു, പ്രത്യേകിച്ചൊന്നും അവൾ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അലീനയോട് എനിക്ക് ഒരു വിവാഹമുണ്ടെങ്കിൽ, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അലീനയെ മാത്രമായിരിക്കുമെന്ന് അവളോട് തുറന്നു പറഞ്ഞു വാക്കും കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കമല അറിയാതെ വായ പൊളിച്ചുപോയി. എന്നിട്ട് ദേഷ്യത്തോടെ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ലടാ, അച്ഛനും മക്കളും കൂടി എന്തു വേണമെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അത് കേട്ട മനു, നിങ്ങളുടെ സമ്മതം ആർക്കു വേണം എന്ന മനോഭാവമായിരുന്നു. ഒരു പുച്ഛച്ചിരി. ശിവനാണെങ്കിലോ തലയും താഴ്ത്തി നിൽക്കുന്നു. പിന്നീട് അലീന രോഹിത്തിന് ഭക്ഷണം കൊണ്ടുപോയി മുറിയിൽ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ അലീന ചേച്ചി എന്ന് വിളി കേട്ടപ്പോൾ അലീന തിരിഞ്ഞു നിന്നു. കണ്ണുകൾ നിറഞ്ഞു. നീ തന്നെയാണോ മോനെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, കൃഷ്ണമോൾ വിളിക്കുന്നില്ലേ, ഇപ്പൊ ബബിതേച്ചിയും വിളിക്കുന്നില്ലേ, അപ്പൊ എനിക്കും വിളിച്ചാലെന്താ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട അലീനയ്ക്ക് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. രോഹിത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തുടർന്നു, സത്യം പറയാലോ, എനിക്ക് വാശിയായിരുന്നു ചേച്ചി. ചേച്ചിയോടുള്ള വാശി, അച്ഛനോടുള്ള വാശി, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്മേലുള്ള സംശയം, അമ്മയുടെ അവസ്ഥ, അമ്മ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്, ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലായത്, എനിക്ക് എൻ്റെ ലൈഫ് എവിടെയെങ്കിലും കൊണ്ടുപോയി തല്ലി പൊട്ടിച്ചു കളയാനുള്ള ടെൻഡൻസി ആയിരുന്നു. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി അലീനേച്ചി എന്ന് പറയുമ്പോൾ രോഹിത് കരയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അലീനയ്ക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. എങ്കിലും രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരായി വൈജയുടെ ശത്രുക്കൾ ആവുന്നു. വൈജ മാത്രം തെല്ലിടം മാറാതെ അഹങ്കാരവും പൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.